ഈ ജാമ്യയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന രംഗം, ഞങ്ങൾ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് ഈ ഒരു വേദിയുടെ തൊട്ട് പിന്നിലുള്ള പള്ളിയിൽ നമ്മുടെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് രാവിലെ 9 മണി മുതൽ ചേർന്നിരുന്നു. ആ മീറ്റിംഗ് ഏകദേശം തീരാൻ സമയം 4 മണി സമയത്താണ് നമ്മുടെ ബഹുമാനായ ഹാരിസ് മൗലവിക്ക് ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടായി. ഇവിടെ നിന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. നമ്മുടെ താജുദ്ദീൻ സ്വലാഹിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നീട് ഞങ്ങൾ അറിയുന്നത് വേദന ശക്തിപ്പെട്ടുവെന്നും അത് തൊട്ടടുത്ത കോട്ടക്കലിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന വിവരമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും രാത്രിയെ ഏകദേശം 12 മണിയോടുകൂടി തന്നെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, അതുപോലെ ഭാര്യയുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് അല്പം ക്രിറ്റിക്കലായതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഭയവുമില്ല, മൗലവി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാൻ പൂർണ്ണമായ നിർഭയത്വമുള്ളവനാണ്, എനിക്ക് മറ്റ് ഒരു ബാധ്യതയുമില്ല, കോളേജിൽ 1-2 കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞതുള്ളൂ, വേറെ ഒരു കാര്യവും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് സമാധാനമാണ്, ഞങ്ങൾക്ക് ആ ഒരു പ്രയാസമില്ല എന്നുള്ളത്. അൽഹംദുലില്ലാ, വല്ലാത്ത ഒരു എങ്ങനെയാണ് അവരോടൊക്കെ സംസാരിക്കുക എന്ന് വിചാരിച്ചപ്പോൾ നമ്മളെ ഇങ്ങോട്ട് സമാധാനപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ കുടുംബമൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കാര്യത്തിൽ ഹാരിസ് മൗലവി നമ്മുടെ കൂടെ ഏതൊരു പ്രഭാഷണത്തിലും പ്രസംഗത്തിലുമൊക്കെ ഒരു അസുഖവും പ്രയാസവും ജീവിതത്തിൽ പ്രതിസന്ധികളും വന്നാൽ അതിനെങ്ങനെ നേരിടണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഈ കാര്യത്തിൽ പെരുമാറേണ്ടത്. അദ്ദേഹത്തിനുള്ള അസുഖം എന്താണോ അത് അദ്ദേഹത്തോട് നേർക്കുനേരെ പറയണം, അതാണ് അദ്ദേഹം ഞങ്ങളോട് പറയാനുള്ളത് എന്ന്. അത് നമ്മുടെ ഡോക്ടർമാർ വൃത്തിയായി അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, നന്നായി ചികിത്സ കിട്ടി. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. അള്ളാഹു ഇന്ന് അത് ശിഫയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹു സമ്പൂർണ്ണമായി എത്രയും വേഗം ശിഫ നൽകുമാറാകട്ടെ എന്ന് ഈ സദസ്സിൽ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും വേഗം ഈ ഒരു പ്രബോധന മേഖലയിലേക്ക് അദ്ദേഹത്തിന് പഴയതുപോലെ തിരിച്ചു വരാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇന്ന് ഈ സ്റ്റേജിൽ ഉണ്ടാവേണ്ട ബഹുമാനായ നമ്മുടെ ഹാരിസ് ബിൻ സലീം ജാമ്യയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്, വിസ്ഡമിൻ്റെ സംസ്ഥാന സഹഭാരവാഹിയാണ്. ജാമ്യയുടെ 1-ാം ദിനം മുതൽ ഇതിൽ സ്ഥലമെടുക്കുന്ന രംഗം മുതൽ ആ സ്ഥലം കാണാൻ ആദ്യമായി വന്ന ടീം മുതൽ അന്ന് മുതൽ കൂടെയുള്ളവരാണ് ഹാരിസ് മൊഴി, പറയേണ്ടതില്ല. ഇതിന് രോഗവിവരം നമുക്കെല്ലാം അറിയാം. അൽഹംദുലില്ലാ, എന്നാലും മെഡിക്കൽ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗം അദ്ദേഹത്തിന് നല്ല സമാധാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എത്രയും വേഗം പരിപൂർണമായ ശിഫ നമ്മുടെ ബഹുമാനായ ഹാരിസ് മൊഴിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.